ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആത്മാവിൻ്റെ പ്രയാണം 63 നായന്മാരിലൂടെ സുന്ദരമൂർത്തി നായനാരെ കുറിച്ച് മനസ്സിലാക്കാം. 4 തമിഴ് മത ആചാര്യന്മാരിൽ ഒരാളായിരുന്നു സുന്ദരമൂർത്തി നായനാർ. താൻ സന്ദർശിച്ച എല്ലാ പുണ്യസ്ഥലങ്ങളിലും ശിവന്റെ മഹത്വങ്ങൾ ആലപിച്ചു. ഈ ഗീതങ്ങൾക്ക് തേവാരം എന്നാണ് പറയുക. സുന്ദര നായനാർ, തിരുനാവക്കരശ്, തിരുജ്ഞാന സംബന്ധർ എന്നിവർ ആലപിച്ച സ്തുതിഗീതങ്ങൾ തേവാരം എന്ന പേരിൽ അറിയപ്പെട്ടു. സുന്ദര നായനാർക്ക് ഭഗവാനോട് സഖ്യഭാവമായിരുന്നു. 18 വയസ്സ് വരെ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. തിരുനാവലൂരിലാണ് നായനാർ ജനിച്ചത്. ശൈവമതം നന്നായി വേരൂന്നിയ സ്ഥലമായിരുന്നു. പിതാവിന്റെ പേര് സഥേനാർ എന്നും മാതാവ് ഇസൈജ്ഞാനിയാർ എന്നുമായിരുന്നു. മാതാപിതാക്കൾ നായനാർക്ക് നമ്പി അരൂറാർ എന്നാണ് നാമകരണം ചെയ്തത്. മുൻപിറവിയിൽ അരൂറർ ശിവന്റെ ഭക്തനായിരുന്നു. പാലാഴി മദന സമയത്ത് പൊന്തി വന്ന വിഷം ശിവഭഗവാൻ കുടിച്ചു. അതിന്റെ സ്മരണാർത്ഥം നായനാർ അളൂല എന്ന വാക്ക് ചേർത്ത് പേരിനു മുന്നിൽ ഹലഹല വിഷം എന്നർത്ഥമാണ് അതിനുള്ളത്. ഒരു ദിവസം സുന്ദരർ കൈലാസത്തിൽ ഭഗവാനെ സേവിക്കുകയായിരുന്നു. പൂജയ്ക്കായി പൂന്തോട്ടത്തിൽ പൂക്കൾ കൊണ്ടുവരാൻ പോയപ്പോൾ പാർവതി ദേവിയുടെ തോഴിമാരായ അനന്തിനിയെയും കമാലിനിയെയും കാമത്തോടെ നോക്കി. അവർക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഭഗവാൻ അവരോട് ഭൂമിയിലേക്ക് ഇറങ്ങി മനുഷ്യജന്മം എടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് സുന്ദര നായനാരുടെ പിറവി ഉണ്ടായത്. ഭഗവാനെ വേർപിരിയുന്നത് സഹിക്കാൻ സുന്ദരർക്ക് ആവുമായിരുന്നില്ല. ഒരു നിമിഷത്തെ അജ്ഞാനം മൂലം കൈലാസം വിട്ട് ഭൂമിയിലേക്ക് വരേണ്ടി വന്നു. പക്ഷേ ഇവിടെ സുന്ദരൻ നിരപരാധിയാണ്. ഭഗവാന്റെ ഒരു പരീക്ഷണമായിരുന്നു. ഇതിനു പിന്നിൽ ഭഗവാൻ 2 ഉദ്ദേശമുണ്ടായിരുന്നു. ഒന്ന്, സുന്ദരർ മനുഷ്യരാശിയുടെ പ്രയോജനത്തിനായി തിരുതൊണ്ടകൈ പാടണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചു. 2, കാമം വളരെ ശക്തമാണ്. സുന്ദരരെ പോലുള്ള ഒരു വലിയ ഭക്തനെ പോലും ശ്രദ്ധിച്ചില്ലെങ്കിൽ മായയുടെ ആകർഷണം കുടുക്കുമെന്ന് ലോകത്തെ പഠിപ്പിക്കണമെന്നും ഭഗവാൻ ഉദ്ദേശിച്ചു. കാമം എന്ന വികാരം ജീവനെ ശിവനിൽ എത്തിക്കാൻ കഴിയില്ല. അതേസമയം ആ വികാരം ഭഗവാന്റെ വേദ പഠനത്തിനും പൂജയ്ക്കുമായി മാറ്റുമ്പോൾ ജീവൻ മുക്തിയിലേക്ക് നയിക്കുമെന്ന് വ്യക്തമായ സന്ദേശം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. അങ്ങനെ സുന്ദരർ അരൂരായി ജനിച്ചു. അവിടുത്തെ രാജാവായ നരസിംഹമുനയ്യർ സുന്ദരനെ കാണാനിടയായി. മാതാപിതാക്കളുടെ അനുവാദം വാങ്ങി അവനെ രാജാവിന്റെ സംരക്ഷണത്തിൽ വളർത്തി. ശരിയായ പ്രായത്തിൽ വിവാഹം നടത്താൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ശിവാചാര്യരെ കണ്ടു. വിവാഹം നടക്കില്ലെന്ന് ശിവാചാര്യർക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ പുറമെ കാണിച്ചില്ല. സമ്മതം മൂളി. ചടങ്ങ് ആരംഭിക്കാറായപ്പോൾ ശരീരത്തിൽ പുണ്യഭസ്മവും രുദ്രാക്ഷവും ധരിച്ച ഒരു വൃദ്ധൻ പ്രത്യക്ഷപ്പെട്ടു. അരൂരർ എന്റെ അടിമയാണെന്ന് അവകാശപ്പെട്ടു. ഇവന്റെ മുത്തശ്ശൻ എഴുതി തന്ന ഒരു രേഖയുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും കാണിച്ചു. ആ വിവാഹം മുടങ്ങി. വധു സുന്ദരരുടെ പുണ്യപാദങ്ങളിൽ മനസ്സർപ്പിച്ച് ഭൂമിവാസം ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്തെത്തി. സുന്ദരൻ സന്യാസിയോട് തർക്കിച്ചു. ആരാണെന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടു. തർക്കത്തിനൊടുവിൽ സന്യാസി പറഞ്ഞു, വരൂ, നമുക്ക് തിരുവണ്ണനെല്ലൂരിൽ പോകാമെന്ന് പറയുകയാണ്. അവിടെ എത്തി അവിടെയുള്ള ജ്ഞാനികൾ രേഖയിലുള്ളത് സത്യമാണെന്ന് പറഞ്ഞു. ആ സന്യാസി വര്യൻ എല്ലാവരെയും തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അതുപ്രകാരം എല്ലാവരും പിന്തുടർന്നു. അദ്ദേഹം പോയത് തിരു അരുൾ തുറൈ ക്ഷേത്രത്തിലേക്കായിരുന്നു. അതിനകത്തേക്ക് പ്രവേശിച്ച സന്യാസി അപ്രത്യക്ഷനായി. മഹാദേവനായിരുന്നു സന്യാസിയായി വന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഭഗവാനാണെന്ന് അറിഞ്ഞ നിമിഷം സുന്ദരർ വാവിട്ട് കരഞ്ഞു. തർക്കത്തിനിടയിൽ മോശം വാക്കുകൾ സുന്ദരർ ഉപയോഗിച്ചിരുന്നു. ഭ്രാന്തൻ എന്നർത്ഥം വരുന്ന പിത്തൻ എന്നൊക്കെ വിളിച്ചിരുന്നു. ഭഗവാനോട് ക്ഷമാപണം ചോദിച്ചു.
പിത്തൻ എന്ന വാക്കിൽ തുടങ്ങുന്ന കവിത രചിക്കാൻ ആവശ്യപ്പെട്ടു. പ്രായശ്ചിത്തമായി അങ്ങനെ പിത്തപിറൈ സൂടി എന്ന കവിത ഉണ്ടായി. പിന്നീട് ഒരു തീർത്ഥയാത്രയായിരുന്നു. പക്ഷെ ഭഗവാന്റെ ദർശനം നടത്തിയില്ല. ഭഗവാൻ ഭക്തന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു വൃദ്ധന്റെ വേഷത്തിൽ സുന്ദരർക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. അപ്പർ വിടേശ്വരനെ സേവിച്ച പുണ്യസ്ഥലമായ ആദികൈ വിരാടനത്ത് എത്തി. പിന്നീട് ചിദംബരത്തേക്ക് ഒരു ആനന്ദ അനുഭൂതി ആ ചിദംബരത്തിലെ ക്ഷേത്ര ഗോപുരം കണ്ടപ്പോൾ ഉണ്ടായി. അവിടുന്ന് തിരുവാരൂരിലേക്ക് പോവാൻ ഭഗവാൻ ആവശ്യപ്പെട്ടു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട അനുഗ്രഹം കൊടുത്തു വിവാഹം ചെയ്യാൻ. പരവായർ എന്നൊരു പവിത്ര സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ കമാലിനി ആയിരുന്നു. പാർവതി ദേവിയുടെ പരിചാരികയായിരുന്ന കമാലിനി ആയിരുന്നു പരവായർ. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായി. ഭഗവാന്റെ അനുഗ്രഹത്തോടെ വിവാഹം നടന്നു. അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം അരൂരാർ ക്ഷേത്രത്തിൽ തിരുതോണ്ട തൊകൈ എന്ന കവിതയുടെ ആദ്യ വരികൾ ഭഗവാൻ ആലപിച്ചു. സുന്ദരർ അത് പൂർത്തിയാക്കി. പിന്നീട് സാങ്കലിയാരെ വിവാഹം ചെയ്യേണ്ടി വന്നു. അത് വേറൊരു ഗത്യന്തരമില്ലാതെ ഭഗവാന്റെ ആജ്ഞപ്രകാരമായിരുന്നു. ആദ്യ ഭാര്യയായ പരവായരുടെ നൃത്തം കാണാൻ തീരുമാനിച്ചു. അവിടെ എത്തുന്നതിന് മുമ്പ് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. കാഴ്ചശക്തി തരാൻ ഭഗവാനോട് അപേക്ഷിച്ചു. അന്ധന്റെ വടി ഭഗവാൻ കൊടുത്തു. ഭഗവാനിൽ പൂർണ്ണമായും ലയിച്ച് പല ദേശങ്ങൾ കറങ്ങി. കാഞ്ചീപുരത്ത് കാമാക്ഷി മാതാവിനെ ആരാധിച്ചു. തുടർന്ന് ഏകാംബരേശ്വരനെ ആരാധിച്ചു. തന്റെ കഷ്ടതകൾക്ക് അറുതി വരണമെന്ന് അപേക്ഷിച്ചു. അവിടെ വെച്ച് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇടതു കണ്ണിന് കാഴ്ച കിട്ടി. കണ്ണു പോയതായിരുന്നില്ല സുന്ദരരുടെ വിഷമം, ഭഗവാനെ കാണാൻ കഴിയാത്തതിന്റെ വിഷമമായിരുന്നു. അപ്പൊ ഭഗവാന്റെ മഹത്വങ്ങൾ പാടി വീണ്ടും തിരുവാരൂരിലേക്ക് പോയി. ഭഗവാനെ കാണാനുള്ള തിടുക്കത്തിൽ കണ്ണിന്റെ കാഴ്ച തിരിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. തിരുവാരൂരിലെ പ്രാന്തപ്രദേശത്ത് വെച്ച് മറ്റേ കണ്ണിന്റെ കാഴ്ചശക്തിയും തിരിച്ചു കിട്ടി. ചേരമാൻ എന്ന രാജാവിനെ പരിചയപ്പെട്ടു. ധാരാളം മഹത്വങ്ങളിലൂടെയായിരുന്നു സുന്ദരമൂർത്തി നായനാരുടെ ജീവിതം. ശരീരം ഉപേക്ഷിച്ച് നായനാർ കൈലാസത്തിലേക്ക് പോകുന്ന വാർത്ത അറിഞ്ഞ ചേരമാനും കൂടെ പോയി. ഗുരുഭക്തിയിലൂടെയും ഭഗവാനിൽ എത്താം എന്ന് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴേക്കും പരവായരും സാങ്കിലിയരും കർമ്മങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് കൈലാസത്തിലെത്തി പാർവതി ദേവിയുടെ പരിചരണത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ 3 പേരും അവരുടെ യഥാർത്ഥ കർത്തവ്യം ഏറ്റെടുത്തു. ഓം ശിവശക്തിക്ക് രൂപിണ്യൈ നമഃ. അടുത്ത നായനാരുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.